എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഇഫ്താർ പ്രിപ്പറേഷൻ കാണിച്ചു തരാം കേട്ടോ. കൂടെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കൂടെ ഉണ്ട്, കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ, എൻ്റെ ഇൻബോക്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മുസ്ലിം ആണോ, നിങ്ങൾ കൺവേർട്ട് ആയോ, അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ്. എനിക്കറിയാം ആരും എൻ്റെ അടുത്ത് ഇതുവരെ ബാഡായിട്ട് ചോദിച്ചിട്ടില്ല. എല്ലാവരും ഭയങ്കര കെയർ ആയിട്ടും ഭയങ്കര കൺസേണുമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ആക്ച്വലി ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമല്ലേ. നമ്മൾ വിശ്വസിക്കുന്ന മതമാണെങ്കിലും ഇടുന്ന ഡ്രസ്സ് ആണെങ്കിലും എല്ലാം അവനവൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ഞാൻ സംസാരിക്കാൻ റെഡി അല്ല. ഞാൻ അതിൻ്റെതായി ടൈം വരുമ്പോൾ ഉറപ്പായിട്ട് ഞാനത് പറയുന്നതായിരിക്കും. ഞാനൊരു Q&A ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ഈ മന്ത് ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും അതിനകത്ത് ചോദിക്കാം. അതിനകത്ത് ഞാൻ ആൻസർ തരുന്നതായിരിക്കും മാക്സിമം പറ്റുന്ന രീതിക്ക്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും ഞാൻ ഭയങ്കര സമാധാനത്തോടെയും ഹാപ്പിയുമാണ്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ ഇഫ്താറിന് ഇത്രയും ഫുഡാണ് പ്രിപ്പയർ ചെയ്തത്. ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇത്രയും ഫുഡ്. ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് എൻ്റെ കൊളീഗ്സിനും കൊണ്ട് കൊടുക്കും. ഞാൻ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ട് കൊടുക്കും. അവർ നല്ലതെന്ന് പറയുന്നത് കേൾക്കുമ്പോഴും അവർ നല്ല ആസ്വദിച്ച് കഴിക്കുമ്പോഴും എനിക്കൊരു സമാധാനവും സന്തോഷവുമാണ് ആക്ച്വലി. സോ ഇതാണ് എൻ്റെ ഇഫ്താർ ഫുഡ് എന്ന് പറയുന്നത്. ഇന്നും ജ്യൂസായിട്ട് ഞാൻ വാട്ടർമെലൺ തന്നെയാണ് കേട്ടോ എടുത്തത്. അത് തീർക്കണമല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നൈറ്റ് ഷിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ച് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് രാവിലെ അത്താഴത്തിനുള്ള ടൈം ആവും. പിന്നെ അധികം ഉറക്കം കാര്യങ്ങളൊന്നുമില്ല, പകലാണ് ഉറക്കം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.